കൈരളി ന്യൂസ് ഫോളോ അപ്പ്. ധീരജിന്റെ കൊലയാളികളെ ന്യായീകരിച്ച് ഡീൻ കുര്യാക്കോസ് എംപിക്ക് CPIM മറുപടി. മാന്യന്മാരെന്ന് പറഞ്ഞ് കോൺഗ്രസ് പ്രതികളെ സംരക്ഷിക്കുകയാണെന്ന് CPIM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ് പറഞ്ഞു. പ്രതികൾ മാന്യന്മാരും ജനപിന്തുണയുള്ളവരുമാണെന്നായിരുന്നു കൈരളി ന്യൂസ് പുറത്തുവിട്ട വാർത്തയോട് ഡീൻ കുര്യാക്കോസിന്റെ പ്രതികരണം. കഴിഞ്ഞ ദിവസമാണ് ധീരജിനെ കൊലപ്പെടുത്തിയ കത്തി കോൺഗ്രസ് നേതാവിന്റെ കൈവശമുണ്ടെന്ന ഡീൻ കുര്യാക്കോസ് എംപിയുടെ മുൻ പേഴ്സണൽ സ്റ്റാഫ് അംഗം സെബിൻ എബ്രഹാമിന്റെ വെളിപ്പെടുത്തൽ കൈരളി ന്യൂസ് ബിഗ് ബ്രേക്കിംഗ് വാർത്തയായി നിങ്ങളുടെ മുൻപിലേക്ക് കൊണ്ടുവന്നത്. എന്താ ഈ പ്രതിപട്ടികയിൽ വന്ന അവരെല്ലാം യൂത്ത് കോൺഗ്രസിൻ്റെ അല്ല KSUവിൻ്റെ ഭാരവാഹികളാണ്. നിഖിൽ പൈരി എന്ന് പറഞ്ഞ KSUവിൻ്റെ പ്രവർത്തനമുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ വാഴത്തോപ്പ് മണ്ഡലം പ്രസിഡൻ്റാണ്. ആ ക്യാമ്പസിൽ അന്ന് പോകേണ്ട യാതൊരു കാര്യമില്ല, ആസൂത്രിതമായി നടത്തിയ ഫലമായിട്ട് കൂടെ അവർക്കൊക്കെ സ്ഥലത്തൊക്കെ നല്ല ജനപിന്തുണയുള്ള ആളുകളാണ്, വളരെ മാന്യമായ പൊതുപ്രവർത്തനം നടത്തുന്ന ആളുകളാണ്. നിങ്ങൾ ഈ പറയുന്ന കണക്കൊന്നും ഒരു കൊലപാതകികളും അല്ല അവർ. ആ പാർട്ടിയുടെ അല്ലെങ്കിൽ പാർട്ടിക്ക് അക്കാര്യത്തിലൊക്കെ വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്, അവരെ സംബന്ധിച്ച് ബോധ്യമുണ്ട്. മറ്റാൾ നിതിൻ ലൂക്കോസാണ്. വാകര മോസ്റ്റർ കേസിൽ പ്രതിയായി നിരവധിയായ ക്രിമിനൽ കേസുകൾ പ്രതിയായിട്ട് ഇപ്പോൾ ജാമ്യത്തിൽ നിൽക്കുന്നയാളാണ്. ഇത്തരം ആളുകളാണ് ഈ കേസിനകത്ത് പ്രതികളായി വന്നിട്ടുള്ളത്. ഇത് തീർച്ചയായും ഞങ്ങൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇടുക്കി ജില്ലയിലെ കോൺഗ്രസിൻ്റെ ഒരു ക്രിമിനൽ സംഘം, സായുധധാരികളായിട്ടുള്ള ആയുധ പരിശീലനം സിദ്ധിച്ചിട്ടുള്ള ഒരു സെറ്റിനെ പ്രത്യേകം തയ്യാറാക്കിയിട്ടാണ് ഈ കൊലപാതകം നടത്തിയിട്ടുള്ളത്. സഖാവ് ധീരജൻ്റെ ചങ്കിനേറ്റ കുത്ത് ആണ് മരണകാരണം. ഒറ്റ കുത്താണ്. ഒരു കുത്ത്, ഒറ്റ കുത്തിന് ഒരാളെ കൊല്ലാൻ കഴിയുന്ന രൂപത്തിലുള്ള പരിശീലനം സിദ്ധിച്ചിട്ടുള്ള കൊലയാളി സംഘമാണ് ഈ കൊലപാതകം നടത്തിയിട്ടുള്ളത്. ആ നാട്ടിലെ ഏറ്റവും വലിയ ക്രിമിനൽ സെറ്റാണ് ഇതെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് നിങ്ങൾ ആ വാക്കുകൾ ശ്രദ്ധിച്ചല്ലോ അല്ലേ? ഡീൻ കുര്യാക്കോസ് എംപിയുടെ വാക്കുകൾ ശ്രദ്ധിച്ചല്ലോ. അവരൊക്കെ വളരെ മാന്യന്മാരാണെന്നാണ് പറയുന്നത്. കോൺഗ്രസ് പാർട്ടിയെക്കുറിച്ച് അവർക്ക് അവരെക്കുറിച്ച് കോൺഗ്രസ് പാർട്ടിക്ക് വ്യക്തമായ ബോധ്യമുണ്ട്. അവർ നല്ല രീതിയിൽ പൊതുപ്രവർത്തനം നടത്തുന്നവരാണെന്ന് പറയുന്നു. അതായത് നല്ല രീതിയിൽ പൊതുപ്രവർത്തനം നടത്തുക എന്ന് പറയുന്നത് രാഷ്ട്രീയ എതിരാളിയുടെ നെഞ്ചിലേക്ക് കത്തി കയറ്റി ഇറക്കുക എന്നാണോ അപ്പോൾ കോൺഗ്രസിന്റെ രാഷ്ട്രീയ ബോധ്യം? അതിനെ ന്യായീകരിക്കുകയാണോ ഡീൻ കുര്യാക്കോസ് എംപിയെ പോലെ ജനപ്രതിനിധിയായ ഒരാൾ ചെയ്യേണ്ടത്? അയാൾ പ്രതിയാണെന്നേ, ഈ നിഖിൽ പൈലി പ്രതിയാണ്, അയാൾ ഈ ധീരജിനെ കൊലപാതക കേസിൽ പ്രതിയാണ്. അപ്പോൾ അയാളെ ഇങ്ങനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിതിൻ ലൂക്കോസ് പ്രതിയാണ്. എന്തിനാണ് ഈ പ്രതികളെ നിങ്ങൾ ഇങ്ങനെ ന്യായീകരിക്കുന്നത്? കോടതി അവരെ വെറുതെ വിട്ടിട്ടൊന്നുമില്ല, ജാമ്യത്തിലുണ്ട് എന്ന് കരുതി അവരെ വെറുതെ വിട്ടിട്ടൊന്നുമില്ല. 1-ാം നമ്പർ പ്രതികളാണ് അവരൊക്കെ. അപ്പോൾ അവരെ ഇങ്ങനെ ന്യായീകരിക്കുന്നത് കൊണ്ട് സ്വയം പരിഹാസനായി പോകുന്ന നിങ്ങളെപ്പോലുള്ളവരാണ് എന്ന് പറയേണ്ടി വരും ഇടുക്കി MPയോട് നമുക്ക്. ഒപ്പം തന്നെ നിഖിൽ പൈലിയുടെ ഒക്കെ കൂടെ ചിരിച്ചു നിന്ന് ഫോട്ടോ എടുക്കുന്ന മാധ്യമപ്രവർത്തകരും നമ്മുടെ ഇടയിലുണ്ടെന്നേ. അതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മാധ്യമങ്ങൾക്ക് അവരോടുള്ള സമീപനം എന്താണെന്ന് നമുക്കറിയാമല്ലോ. കല്യാണത്തിന് പോവുകയും തോളിൽ കൈയിട്ട് ചിരിച്ചുകൊണ്ട് ഫോട്ടോ എടുക്കുകയും ഒക്കെ ചെയ്യുക, അതിനുശേഷം ഇവിടെ വന്നിരുന്നിട്ട് SFIക്കെതിരെ നമുക്ക് രാത്രി 8 മണിക്ക് ഗംഭീര കഥാപ്രസംഗം നടത്തുക, അതൊക്കെയാണ് മാധ്യമങ്ങളുടെ ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് അങ്ങനെ നിൽക്കുന്നു. CPIMന്റെ മറുപടി നമ്മൾ കണ്ടു. സെബിൻ എബ്രഹാം എന്ന് പറയുന്ന ഇപ്പോൾ നമ്മൾ കണ്ട ഡീൻ കുര്യാക്കോസിന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്ന വ്യക്തിയാണ് കഴിഞ്ഞ ദിവസം നമ്മളോട് പറഞ്ഞത് കോൺഗ്രസ് നേതാക്കളുടെ കയ്യിൽ, അതായത് DCC ജനറൽ സെക്രട്ടറി, ഒപ്പം തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ വൈസ് പ്രസിഡന്റ്, അങ്ങനെ ഒരാൾ, അയാളുടെ ഡെസിഗ്നേഷൻ ഞാൻ മറന്നുപോയി, അവരുടെ കൈകളിൽ ഈ കത്തി ഇരിക്കുന്നത് ഞാൻ കണ്ടുവെന്ന് സെബിൻ എബ്രഹാം എന്ന് പറയുന്ന ഒരു നേതാവ് പറയുകയാണ്. നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ, ഇടതുപക്ഷത്ത് നിൽക്കുന്ന ഒരാളെക്കുറിച്ചാണ് ഇങ്ങനെ പറയുന്നതെങ്കിൽ, ഒരാൾ വന്ന് വെളിപ്പെടുത്തൽ നടത്തുന്നതെങ്കിൽ എന്തായിരിക്കും ഇവിടെ ഉണ്ടാകാൻ പോകുന്ന ഭൂകമ്പം എന്ന് പറയുന്നത്? ഇത് വല്ലതും സംഭവിച്ചിട്ടുണ്ടോ? അതാണ് ഞാൻ നേരത്തെ എപ്പോഴും പറയാറുള്ള പ്രിവിലേജ് എന്ന് പറയുന്ന സാധനം. കോൺഗ്രസ്സുകാർക്ക് കൊടുത്തിരിക്കുന്ന, മാധ്യമങ്ങൾ കൊടുക്കുന്ന പ്രിവിലേജ്. ആ പ്രിവിലേജ് അതവിടെ നിൽക്കട്ടെ, നമുക്ക് വാർത്തയിലേക്ക് വരാം. അപ്പോൾ ഏതായാലും സെബിൻ എബ്രഹാമിൻ്റെ വെളിപ്പെടുത്തലുകൾ വലിയ ചർച്ചയാകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ജോസിൽ ചേരുകയാണ്. ജോസിൽ, പൂർണ്ണമായും ധീരജിന്റെ കൊലപാതകികളെ ന്യായീകരിക്കുന്ന ഡീൻ കുര്യാക്കോസ് MP, അവരെക്കുറിച്ച് നല്ല ബോധ്യം കോൺഗ്രസിനുണ്ടെന്ന് പറയുകയാണ്. അവർ നല്ല മിടുക്കന്മാരായ പൊതുപ്രവർത്തകരെന്ന് പറയുന്നു. ഈ മിടുക്കെന്ന് പറയുന്നത് ഒരു പാവപ്പെട്ട വിദ്യാർത്ഥിയുടെ നെഞ്ചിൽ കത്തി കറ്റി ഇറക്കുന്നതാണോ എന്ന് നമുക്ക് ചോദിക്കേണ്ടി വരും. അതിന് CPIM മറുപടി കൊടുക്കുന്നത് നമ്മൾ കണ്ടു. സമഗ്രമായ ഒരു രംഗം. മനു,
ഈ ഡീൻ കുര്യാക്കോസ് എം പിയുടെ തന്നെ സ്റ്റാഫിൽ അംഗമായിരുന്ന അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്തിരുന്ന സെബിൻ എബ്രാഹാം യൂത്ത് കോൺഗ്രസിൻ്റെ ഉടുമ്പൻചോല നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റായിരുന്ന സെബിൻ എബ്രാഹിമിൻ്റെ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ, അതായത് ഈ ധീരജ് രാജേന്ദ്രനെ കുത്തി കൊലപ്പെടുത്തുവാൻ ഉപയോഗിച്ച കത്തി അത് നിഖിൽ പൈലി കാട്ടിലേക്ക് വലിച്ചെറിഞ്ഞു എന്നായിരുന്നു പോലീസിന് മൊഴി നൽകിയിരുന്നത്. പോലീസ് അരിച്ചു പറക്കിയിട്ടും ഇതുവരെ ആ കത്തി കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. ആ കത്തി അഡ്വക്കേറ്റ് KB സെൽവം DCC ജനറൽ സെക്രട്ടറിയാണ്, അതുപോലെ തന്നെ അഡ്വക്കേറ്റ് മോബിൻ മാത്യു യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ്. അവരുടെ കൈവശമുണ്ട് എന്നുള്ള ഗുരുതരമായ വെളിപ്പെടുത്തൽ സെബിൻ എബ്രാഹിമിൻ്റെ ഭാഗത്തു നിന്നുണ്ടായപ്പോൾ തൻ്റെ സ്റ്റാഫ് അംഗമായ ഈ സെബിൻ എബ്രാഹത്തിൻ്റെ ഈ വെളിപ്പെടുത്തലിനെ കുറിച്ച് ഡീൻ കുര്യാക്കോസ് MPയോട് ചോദിച്ചപ്പോഴാണ്, ഒന്നാമത്തെ കാര്യം അത് സെബിൻ എബ്രാഹാം തൻ്റെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്തിരുന്ന അടക്കം ആളായിരുന്നു എന്നുള്ളത് ഡീൻ കുര്യാക്കോസ് സമ്മതിച്ചു. ഒപ്പം തന്നെയാണ് ഈ പ്രതികളെ ന്യായീകരിക്കുന്ന ഒരു രീതിയിലേക്ക് ഡീൻ കുര്യാക്കോസ് കടന്നത്. ഈ ധീരജ് രാജേന്ദ്രൻ കൊല്ലപ്പെട്ട ആദ്യഘട്ടത്തിൽ മുതൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്ന് ഇത്തരം ന്യായീകരണങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ്. ഒപ്പം തന്നെ തൻ്റെ കുട്ടികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് KPCC പ്രസിഡന്റ് അടക്കം ധീരജ് എരന്നു വാങ്ങിയ മരണമാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ ധീരജിനെ തള്ളിപ്പറയുകയും അതുപോലെ ഈ പ്രതികളെ സംരക്ഷിക്കുകയും ചെയ്യുന്ന നിലപാടുകളെല്ലാം നമുക്കറിയാം. അതിനുശേഷം ഇപ്പോൾ വീണ്ടും ന്യായീകരണവുമായി സ്ഥലത്ത് MP ഡീൻ കുര്യാക്കോസ് വരികയാണ്. ഒന്നാമത്തെ കാര്യം ഡീൻ കുര്യാക്കോസ് പറയുന്നത് ഇവർ KSU പ്രവർത്തകരാണ്, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരേ അല്ല എന്നുള്ള രീതിയിലാണ് ആദ്യത്തെ പ്രതികരണം. അതിനാണ് CB വർഗീസ് CPMൻ്റെ ജില്ലാ സെക്രട്ടറി ആദ്യം നമ്മൾ കാണിച്ച ഒരു മറുപടി. ഇവർ ഈ ഒന്നാം പ്രതി നിഖിൽ പൈലി അടക്കം യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹികളാണ്. നമുക്കറിയാം, ഒരു ക്യാമ്പസിൽ ഇലക്ഷൻ നടക്കുമ്പോൾ KSUവിൻ്റെ ഭാരവാഹികൾ ആ പരിസരത്ത് പോയി എന്തെങ്കിലും അകത്തെ യൂണിറ്റ് ഭാരവാഹികൾക്ക് നിർദ്ദേശം കൊടുക്കുന്നതിനകത്ത് വലിയ തെറ്റൊന്നുമില്ല. പക്ഷേ ഈ യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹികൾ സംഘടിതമായി ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ പരിസരത്തെത്തിയത് ആസൂത്രിതമായി ആക്രമണം സംഘടിപ്പിക്കാൻ തന്നെയാണ് എന്നുള്ളതാണ് എല്ലാ കാലത്തും SFIയും CPMും എല്ലാം ആരോപിച്ചത്. യൂത്ത് കോൺഗ്രസിൻ്റെ വാഴത്തോപ്പ് മണ്ഡലം പ്രസിഡന്റായിരുന്ന നിഖിൽ പൈലി ആണ് ഈ ഒന്നാം പ്രതിയായിട്ടുള്ളത്. ആ നിഖിൽ പൈലിയാണ് നെഞ്ചിലേക്ക് കത്തി കുത്തിയിറക്കിയത്. അതുപോലെ തന്നെ ഇതിനകത്തെ പല പ്രതികളും യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹികളാണ്. ഇവരെ മാത്രമല്ല, അന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ ഒക്കെ വെറും മണ്ഡലം പ്രസിഡന്റുമാരും അല്ലെങ്കിൽ നിസ്സാര ഭാരവാഹികളായിരുന്ന ആളുകളൊക്കെ ഇപ്പോൾ സംസ്ഥാന ഭാരവാഹികളാക്കി പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. ഒന്നാം പ്രതി നിഖിൽ പൈലി വാഴത്തോപ്പ് മണ്ഡലം പ്രസിഡന്റായിരുന്നു അന്ന്. ജെറിൻ ജോർജ രണ്ടാം പ്രതി, ടോണി എബ്രാഹാം തേക്കിലക്കാടൻ മൂന്നാം പ്രതി, നിതിൻ ലൂക്കോസ് നാലാം പ്രതി, അഞ്ചാം പ്രതി ജിതിൻ തോമസ് ഉപ്പുമാക്കൽ, ആറാം പ്രതി സോയിമോൻ സണ്ണി, ഏഴാം പ്രതി ജസിൻ ജോയി, എട്ടാം പ്രതി അലൻ ബേബി, ഇങ്ങനെയാണ് പ്രതികളുള്ളത്. അതിൽ ഇപ്പോൾ നിതിൻ ലൂക്കോസ് അന്ന് KSUവിൻ്റെ വെറും ജില്ലാ ഭാരവാഹിയായിരുന്ന നിതിൻ ലൂക്കോസ് ഇന്ന് KSUവിൻ്റെ ജില്ലാ പ്രസിഡന്റായിട്ട് ഇവർ ഉയർത്തിക്കൊണ്ടു വന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ ജിതിൻ തോമസ് ഉപ്പുമാക്കൽ അന്ന് ജില്ലാ ഭാരവാഹിയായിരുന്ന ആൾ ഇന്ന് KSUവിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. അതുപോലെ തന്നെ വെറും വാർഡ് ഭാരവാഹി, യൂത്ത് കോൺഗ്രസിൻ്റെ വെറും വാർഡിലെ ഭാരവാഹിയായിരുന്ന സോയിമോൻ സണ്ണി ഇന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ്. അങ്ങനെ കൊലപാതകൾ ഇത് ഞങ്ങളുടെ കുട്ടികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് സംരക്ഷണമൊരുക്കുക മാത്രമല്ല, ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് സംസ്ഥാനത്ത് മുഴുവൻ ഇവരുടെ ഇപ്പം പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പുണ്ടായ ഘട്ടത്തിലടക്കം നമുക്കറിയാം, അവിടേക്കെല്ലാം സ്റ്റാർ ക്യാമ്പയിനർമാരായി ഇവർ നിയമിക്കപ്പെടുന്നതെല്ലാം നമ്മൾ കണ്ടതാണ്. ഇത്തരത്തിൽ ഇവർക്ക് എല്ലാവിധ സംരക്ഷണവും ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒപ്പം തന്നെയാണ് ഇവർ വെറും മാന്യന്മാരാണ്, നല്ല ജനപിന്തുണയുള്ള ആളുകളാണ് എന്നുള്ള ഡീൻ കുര്യാക്കോസിൻ്റെ മറുപടിക്കാണ് ഈ CB വർഗീസ് CPMൻ്റെ ജില്ലാ സെക്രട്ടറി പറയുന്നത്. അതിൽ ഇപ്പോൾ KSUവിൻ്റെ ജില്ലാ പ്രസിഡന്റാണ് നിതിൻ ലൂക്കോസ്, നാലാം പ്രതി. ആ നിതിൻ ലൂക്കോസ് ആണ് 2 വർഷം മുമ്പ് മാള പോലീസ് അറസ്റ്റ് ചെയ്തത്. ധീരജ് രാജേന്ദ്രനെ കൊന്ന കേസിൽ മാത്രമല്ല, അതിനുശേഷം ഒരു വാഹനം, ഒരു കാറ് വാടകയ്ക്കെടുത്തിട്ട് അത് കൊണ്ടുപോയി പണയം വെക്കുക. സ്വകാര്യ ആവശ്യത്തിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞ് ഒരു കാറ് വാടകയ്ക്കെടുത്തിട്ട് അത് കൊണ്ടുപോയി വേറെ പണയം വെച്ച് വഞ്ചന കുറ്റത്തിനടക്കം പോലീസ്, തൃശ്ശൂർ ജില്ലയിലെ മാള പോലീസ് അറസ്റ്റ് ചെയ്ത വാർത്ത നമ്മളടക്കം റിപ്പോർട്ട് ചെയ്തതാണ്. അങ്ങനെ ഇവരൊന്നും അത്ര മാന്യന്മാരല്ല എന്നുള്ള കൃത്യമായ മറുപടിയാണ് CPIM ജില്ലാ സെക്രട്ടറി നൽകിയിരിക്കുന്നത്. ഇവരെല്ലാം ഈ കൃത്യമായിട്ട് ആയുധ പരിശീലനം അടക്കം നേടിയിട്ടുള്ളവരാണ് എന്നുള്ളതും CPM ആദ്യഘട്ടത്തിലാണ്. ജോസിലെ ഡീൻ കുര്യാക്കോസിനെ പറഞ്ഞിട്ട് കാര്യമില്ല. ചിലപ്പോൾ കോൺഗ്രസ്സുകാർക്ക് ഇങ്ങനെയൊക്കെ പ്രവർത്തനം ചെയ്യുന്നവർ മാന്യന്മാരായിരിക്കും, നമ്മൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. ഇപ്പോൾ ധീരജിൻ്റെ കൊലപാതകത്തിൽ പ്രതിയായി നിൽക്കുന്നു, അതേ സമയത്ത് പോയി വേറൊരാളെ പറ്റിച്ച് അയാളുടെ കാറും എടുത്തുകൊണ്ടുപോയി അത് വിൽക്കാൻ ശ്രമിച്ചു വഞ്ചനാ കേസിൽ പ്രതിയാകുന്നു. കോൺഗ്രസ് നേതാക്കൾക്ക് ചിലപ്പോൾ അത് മാന്യതയുള്ള പ്രവർത്തനമായിരിക്കാം, നമ്മൾ അവരെ തെറ്റു പറഞ്ഞിട്ട് കാര്യമില്ല.
ഏതായാലും ഇതൊക്കെയാണ് ഇങ്ങനെ പ്രതികളായിട്ടുള്ള, അതായത് ഈ നിതിൻ ലൂക്കോസ് തന്നെ അന്ന് KSUവിൻ്റെ ജില്ലാ ഭാരവാഹി മാത്രമായിരുന്നു. അതിനുശേഷം ഈ ധീരജ് രാജേന്ദ്രൻ കൊലക്കേസിൽ പ്രതിയായി, അതിനുശേഷം ഒരു വഞ്ചന കേസിൽ പ്രതിയായി. ഈ 2 കേസിലുള്ളയാളെയാണ് അവർ KSUവിന് ജില്ലാ പ്രസിഡന്റായിട്ട് വാഴിച്ചത്. അതാണ് ഈ ഗാന്ധി ശിഷ്യന്മാരുടെ പുതിയ തിയറി, പുതിയ സന്ദേശം എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇവരൊക്കെയാണ് ഈ സ്ഥലം MP-യുടെ വാക്കുകളിൽ വളരെ മാന്യന്മാരും ജനപിന്തുണയുള്ളവരും. അവരെക്കുറിച്ച് കൃത്യമായ ബോധ്യം കോൺഗ്രസിനുണ്ട് താനും. ഓക്കെ, താങ്ക് യു ജോസിൽ. വളരെയധികം നന്ദി ഈ ഒരു അവസരത്തിൽ നമ്മളോടൊപ്പം ചേർന്ന വാർത്തയുടെ സമഗ്രമായ വിവരങ്ങൾ നൽകിയതിന്.